ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. ഇത് പലരും ഈ പാട്ട് ട്രഡീഷണൽ ആണെന്ന് പറഞ്ഞിരിക്കുക. ഇങ്ങനെ ഒരു 80-70 കൂടുതൽ കീർത്തനങ്ങൾ, സോപാന സംഗീതം, ഇന്ന് പ്രസിദ്ധമായ കീർത്തനങ്ങൾ ഞാൻ എഴുതുകയാണ്. പലരും അറിയുന്നില്ല ഇത് ഞാനാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത്. ഇതിന് ഈ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പാട്ടാണ് ദാരികൻ്റെ ശിരസ്. അറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ വേദിയിരിക്കുന്ന എല്ലാവരും പാടി തുടങ്ങി. മൈക്ക് മേടിച്ച ആ സമയത്ത് കറക്റ്റ് ടൈമിങ് എനിക്ക് പാടാൻ പറ്റി. അപ്പോഴത്തേക്ക് എല്ലാവരും വലിയ ആവേശമായിപ്പോയി. റീ റെക്കോർഡിങ് നമുക്കറിയത്തില്ല, ഇതിനെ മുറിച്ചെടുക്കാന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ക്ലിക്കിലൊന്നും പാടാൻ അറിയത്തില്ല. നമ്മൾ താളം അടിച്ച് ഒറ്റയ്ക്ക് പാടിത്തീർത്താണ് ദാരികൻ്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി. ഇന്ന് ദാരികൻ്റെ ശിരസ് കൊയ്തവൾക്ക് 20 വയസ്സായി. ഭക്തിഗാനങ്ങൾ ഏതൊക്കെ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്? ഏതൊക്കെ ക്ഷേത്രങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്? ഭക്തിഗാനങ്ങൾ എല്ലാ ക്ഷേത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കൊച്ചമ്പലം, കൊച്ചു കാവ് തൊട്ട് കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, പറശ്ശിനിക്കടവ്. അവനെന്ത് യോഗ്യതയാണ് ഇങ്ങനെ വെക്കാൻ? അന്ന് ഈ വലിയ കലാകാരന്മാർക്ക്, വലിയ രാഷ്ട്രീയക്കാർക്കാണ് ഈ വാല് ശൂരനാട് ഇങ്ങനെ കൊടുക്കുന്നത്. അത് വല്ലാത്തൊരു ഫീലായി. ഞാൻ അന്ന് ആ പേര് പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ വെട്ടിക്കളഞ്ഞു. പക്ഷേ എനിക്ക് അന്ന് ചിന്തിച്ചു, മാറ്റി പറഞ്ഞവരെ അവൻ ശൂരനാട്ടുകാരനാണെന്ന് പറയിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതിപ്പോൾ ഒരു മധുര പ്രതികാരമായിട്ട് മാറി. ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ഇന്നീ ഭൂലോകത്ത്? ഉണ്ടാകാനൊരു തരമില്ല, കള്ളിന്നും മുകളൊന്നില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. അരിയോരരിയോരരിയോരരിയോരേ. നമസ്കാരം. നന്ദഗോവിന്ദം ഭജൻസ് മലയാളിക്ക് മുഖവുര വേണ്ടാത്ത ഒരു ഭജന സംഘമാണ്. ചുരുങ്ങിയ കാലയളവിനോടകം നമ്മുടെ മലയാളികളുടെ എല്ലാം മനസ്സിലേക്ക് ഭക്തിയുടെയും ദൈവികതയുടെയും മാന്ത്രിക സ്പർശവുമായി കടന്നു വന്ന ഒരു കൂട്ടം യുവഗായകരാണ് നന്ദഗോപൻ ഭജൻസിന് മുന്നിൽ. ഈ നന്ദഗോപൻ ഭജൻസ് അവതരിപ്പിക്കുന്ന ഭജന പാട്ടുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പാട്ടാണ് ദാരികൻ്റെ ശിരസറുത്തൊരു ഘോരരൂപിണി അംബികെ. നമ്മളിൽ പലരെങ്കിലും കണ്ടു കാണും, ചിലരെങ്കിലും നമ്മളിൽ കണ്ടു കാണും. ഒരു വേദിയിൽ വെച്ച് നന്ദഗോപൻ ഭജൻസ്, ഈ നന്ദഗോവിന്ദ ഭജൻസ് ഈ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ ദാരികൻ്റെ ശിരസറുത്ത പാട്ടെഴുതിയ ആ കവിയെ വേദിയിലേക്ക് വിളിച്ചു കയറ്റുന്നതും അവിടെ നിന്നുകൊണ്ട് അത് ജനങ്ങളെ, ഭക്തജനങ്ങളുടെ എല്ലാം മുന്നിൽ അദ്ദേഹത്തെ അവർ വളരെയധികം സ്നേഹത്തോടെ, നന്ദിയോടെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹമാണ് ശൂരനാട്ടുകാരൻ ബാബു നാരായണൻ. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി മറുനാടനൊപ്പം ശ്രീ ബാബു നാരായണൻ എത്തിയിട്ടുണ്ട്. സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ ബാബു നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ നന്ദഗോവിന്ദം ഭജൻസ് ഈ പാട്ട് വേദിയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് എത്ര പേർക്ക് അറിയാമായിരുന്നു? അതിനുശേഷം ഈ ബാബു നാരായണൻ വന്നിട്ടുള്ള ഒരു മാറ്റം എന്താണ്? താങ്കൾക്കുണ്ടായ ഒരു ഫീൽ? ഇതിനു മുമ്പ് വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഇത് 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ വള്ളികുന്നം പടയണിവട്ടം ദേവീക്ഷേത്രത്തിൽ അന്ന് സോപാനം ഉണ്ടായിരുന്നു, സോപാന സംഗീതം പൂജയ്ക്ക്. അത് നടത്തിക്കൊണ്ടിരുന്ന ശൂരനാട് ഹരികുമാർ, എൻ്റെ ആശാൻ ശൂരനാട് ശിവശങ്കര പണിക്കരുടെ മകന്. അപ്പം അദ്ദേഹത്തിന് പകരം ഞാനായിരുന്നു അവിടെ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് എഴുതിയാണ് ഈ ദാരികൻ്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബിക എന്നുള്ള പാട്ട്. അന്നോട്ട് സോപാന സംഗീതത്തിൽ വളരെ പ്രസിദ്ധമാണ്. പക്ഷേ അത് ഈ ക്ഷേത്ര കലകളിൽ മാത്രം ഒതുങ്ങി നിന്നു. ഈ അമ്പലത്തിൽ പോകുന്നവർക്ക് മാത്രമേ കേൾക്കത്തുള്ളൂ. പക്ഷേ ഇത് നന്ദഗോവിന്ദം ഭജൻസ് ഇത് ഏറ്റെടുത്തതിന് ശേഷം ലോകത്തുള്ള എല്ലാവരും പാടാൻ തുടങ്ങി. ഒത്തിരി സന്തോഷമുണ്ട്. ഈ നന്ദഗോവിന്ദ ഭജൻസ് ഇത് ഏറ്റെടുക്കുമ്പോൾ അവർ ഇത് ആദ്യമൊക്കെ വേദിയിൽ അവതരിപ്പിച്ചിരുന്നത് ബാബുവിൻ്റെ പേര് പറയാതെയാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ അതെ. പിന്നീട് അവർ ബാബുവിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? എല്ലാവരും കുറേ കാലം അവർക്ക് അറിയത്തില്ലായിരുന്നു. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത് വരുന്നിടം വരെ ആർക്കും അറിയത്തില്ല. അതിൻ്റെ 2 ദിവസം മുമ്പാണ് ഇവരൊരിക്കൽ കെനിയ പരിപാടിക്ക് പോയത്. ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു തിരുമേനി മനോജ് തൂമണിൽ, അദ്ദേഹം ഇവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് അമ്പലപ്പുഴ വിജയമാറിയേട്ടൻ നമ്പർ കൊടുത്തു. അങ്ങനെയാണ് അറിയുന്നത് ഞാനായി ചെയ്തതെന്നുള്ള കാര്യം. അങ്ങനെ ഈ പരിപാടിയുടെ 2 ദിവസം മുമ്പ് തന്നെ അവർ വിളിച്ചു. ബാബുജി ഇതുപോലെ മാന്നാർ ഒരു ഭജൻ കണക്റ്റ് ഉണ്ട്, ബാബുജി തീർച്ചയായിട്ടും വരണം, ഞങ്ങളോടൊപ്പം പാടണം, ഞങ്ങൾക്കും ബാബുജിയുടെ കൂടെ പാടണം, വരണമെന്ന് പറഞ്ഞു, ഗസ്റ്റായിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ 2 ദിവസത്തിനകം ഉണ്ടല്ലോ, ഞാൻ ചിലപ്പോൾ വരുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കാണാനായിട്ട് പോയിരുന്നതാണ്. 1000കണക്കിന് 10000കണക്കിന് ആൾക്കാർ പിന്നിലായിരുന്നു. അവർ അനൗൺസ് ചെയ്തു എന്നെ കൊണ്ടുപോയത്.
അതിനു മുമ്പ് ഈ ബാബു നാരായണൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ, ഇത് പലരും ഈ പാട്ട് ട്രഡീഷണൽ ആണെന്ന് പറഞ്ഞിരിക്കുക. ഇങ്ങനെ ഒരു 70 കൂടുതൽ കീർത്തനങ്ങൾ, സോപാന സംഗീതത്തിൽ ഇന്ന് പ്രസിദ്ധമായ കീർത്തനങ്ങൾ ഞാൻ എഴുതുകയാണ്. പലരും അറിയുന്നില്ല ഇത് ഞാനാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത്. അവരെല്ലാം പാടുന്നുണ്ട്. ചിലവരൊക്കെ ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി വന്നു. കുറേ ആൾക്കാരൊക്കെ അവരാണ് എഴുതിയത്. യൂട്യൂബിലൊക്കെ പാടിയിട്ടിട്ടുണ്ട് അവരുടെ പേര്, രചനാ സംഗീത ആലാപനം എന്ന്. ഇത് ട്രഡീഷണൽ ആണെന്ന് കരുതി. പക്ഷേ ഇതിപ്പോഴും വന്നപ്പോഴും അവരെല്ലാം പോസ്റ്റെല്ലാം പിൻവലിച്ചു. ഇപ്പം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. എവിടെ പോലെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഒത്തിരി നന്ദി നന്ദഗോവിന്ദം. ഈ നന്ദഗോവിന്ദ ഭജൻസ് ഇത് തിരിച്ചറിഞ്ഞ് ബാബുവിനെ പരിചയപ്പെടുത്തി പൊതുസമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ബാബുവിനെ തേടി ഇതുപോലുള്ള പരിപാടികൾ അല്ലെ അംഗീകാരങ്ങൾ വരുന്നുണ്ട്. ഇത് ഈ തെക്കുംവര കരക്കാരാണ് ഈ പരിപാടി നടത്തിയത്. അവിടെ അവർ പറഞ്ഞത്, ഈ നന്ദഗോവിന്ദൻ പറഞ്ഞത്, ഇത്ര നാൾ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, ഇതിന് ഈ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പാട്ടാണ് ദാരികൻ്റെ ശിരസ്, അറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ വേദിയിരിക്കുന്ന എല്ലാവരും പാടി തുടങ്ങി. അവർ പറഞ്ഞ് ഈ പാട്ടിന് പിന്നെ ഒരു കഥയുണ്ട്. ഇത് 20 വർഷങ്ങൾക്ക് മുമ്പ് ബാബുനാരായണൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എഴുതിയ പാട്ടാണ്. അദ്ദേഹം ചിലപ്പോൾ ഇവിടെ വരും എന്ന് പറഞ്ഞു. ബാബുച്ചേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ സ്റ്റേജിൻ്റെ ഏറ്റവും പുറകായിരുന്നു. പാടി തുടങ്ങി. ഇവരുടെ ഭജൻസ് എന്ന് വെച്ചാൽ ഈ നാട്ടുകാരും കൂടെ പാടും. ഇവർ പാടിയപ്പോഴത്തേക്ക് എന്നെ ഈ തെക്കുമുറി കരക്കാർ ഒരു നല്ല സ്വീകരണം നൽകിയത്. അവർ കുറേ പേര് വന്ന് തന്നെ ഈ ജനങ്ങളുടെ ഇടയിൽ കൂടെ, നല്ല റിസ്ക്കായിരുന്നു ഇത്ര ആൾക്കാരുടെ ഇടയിൽ കൂടെ കൊണ്ടുപോകുന്നതിന്. 2 സൈഡിലും ആൾക്കാർ പാടുമ്പോഴേ ഞാൻ വേറെ ലോകത്തായിരുന്നു. ഇത്ര ആൾക്കാർ ഒറ്റ സ്വരത്തിൽ ദാരികൻ്റെ ശിരസ് പോയി പാടുമ്പോൾ ലാസ്റ്റാണ് ഞാൻ അവിടെ ചെന്ന് ആ വേദി ചെല്ലുന്നത്. പാട്ട് തീർന്നപ്പോൾ ചെല്ലുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു 2 പേര് പാടാമെന്ന് ചോദിച്ചു. മൈക്ക് മേടിച്ച് ആ സമയത്ത് കറക്റ്റ് ടൈമിങ് എനിക്ക് പാടാൻ പറ്റി. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വലിയ ആവേശമായിപ്പോയി. ഇപ്പോഴ് ബാബുനാരായണൻ എവിടെ പോലും തിരിച്ചറിയുന്നുണ്ട്. എല്ലാവരും നോക്കുന്നു, ഇന്നാളല്ലേ. പിന്നെ സ്വീകരണങ്ങൾ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എവിടെയൊക്കെ ഭജന ഉണ്ടെങ്കിലും അവിടെ എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുന്നുണ്ട്. ഏത് ഭജന സമിതി വന്നാലും. ഇന്നലെ ഉണ്ടായിരുന്നു വൈകിട്ട്. ഇത് ബാബു തന്നെ രചിച്ച് ബാബു തന്നെ ഈണമിട്ട പാട്ടാണ്, ബാബു തന്നെ പാടിയ പാട്ടാണ്. അന്ന് അങ്ങനെ ഈ പാട്ട് രചിച്ച് ഈണമിട്ടത് സ്വന്തമായിട്ട് പാടുന്നതിന് വേണ്ടിയായിരുന്നോ അതോ ഏതെങ്കിലും ആൽബത്തിന് വേണ്ടിയായിരുന്നോ? എങ്ങനെയായിരുന്നു അന്ന് ഈ 2005 കാലഘട്ടത്തിൽ അല്ലേ? 2005. അതെ. അന്ന് ഏതെങ്കിലും കാസറ്റ് കമ്പനികൾക്കോ അല്ലെങ്കിൽ ആൽബം ടീമിന് വേണ്ടിയാണോ നമ്മൾ അന്ന് ഈ പാട്ട് എഴുതിയത്? അന്ന് ഈ വള്ളികുന്നത്ത് ഒരു മനോജ് സാറുണ്ട്. അദ്ദേഹം ഈ പ്രതിഫലിച്ച് കൂടാതെ അമ്പലത്തിലെ പാട്ട് എല്ലാ വർഷവും ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളാണ്. അപ്പോൾ ആ കൊല്ലം 10 പാട്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു ശ്രീമോൻ വള്ളികുന്നം, ഒരു രാജീവ് തിരുമേനി, അദ്ദേഹം അവിടുത്തെ കീഴ്ശാന്തിയായിരുന്നു. ഇവരുടെ പാട്ടെല്ലാം എഴുതിയത്. അപ്പോൾ അതിനകത്തൊരു ടൂണ് ഇവർക്കാർക്കും എഴുതാൻ ഒരു സുഖമില്ലാത്ത ടൂണായിരുന്നു. അപ്പോൾ ആ ടൂൺ അങ്ങ് ഒഴിവാക്കിയപ്പോഴത്തേക്ക് ആ ടൂൺ ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇത് ഞാൻ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. ആ ടൂണൊരു പടയണയാടി ഉറഞ്ഞൊരു രാവിൽ എന്ന് തുടങ്ങുന്നൊരു പാട്ടാണത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഈ ഇവിടുത്തെ മേൽശാന്തി പൗത്രമംഗലത്തെ NN നമ്പൂതിരി. അദ്ദേഹം മനോജ് സാറിനോട് പറഞ്ഞു, സാറേ നമുക്ക് ഇതിനകത്തൊരു സോപാനം കൂടെ ചെയ്തുകൂടെ? മനോജ് സാർ സമ്മതിച്ചു. അങ്ങനെ ഹരികുമാർ പറഞ്ഞു നമുക്ക് ബാബുവിനെ കൊണ്ട് എഴുതിക്കുക, ബാബു നല്ലപോലെ എഴുതും. അങ്ങനെ എഴുതിയ പാട്ടാണ്. അമ്പലത്തിൽ നടയുടെ മുമ്പിൽ തന്നെ ഇരുന്നത്. ദൈവം നോക്കിക്കൊണ്ട് ദീപാരാധനയ്ക്ക് ശേഷം നോക്കിക്കൊണ്ടാണ് അംഗന്യാസം എഴുതി വെച്ചത്. അന്നിത്രയാകുമെന്നോ ഒന്നും അറിയത്തില്ല. ആദ്യമായിട്ട് എഴുതുന്നു, 15-20 മിനിറ്റ് അത് പാട്ടെഴുതി കഴിയുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ രണ്ടും കൂടെ ഒറ്റ ടേക്ക് പാടി തീർക്കുന്നു. റീറെക്കോർഡിങ് നമുക്കറിയത്തില്ല, ഇതിനെ മുറിച്ച് എടുക്കാന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ക്ലിക്കിലൊന്നും പാടാൻ അറിയത്തില്ല. ഞങ്ങൾ താളം അടിച്ച് ഒറ്റ ടേക്ക് പാടി തീർത്താണ് ദാരികൻ്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി. ഇന്ന് ദാരികൻ്റെ ശിരസ് കൊയ്തവൾക്ക് 20 വയസ്സായി. ഈ ആ പാട്ടിനെ നമ്മൾ ഇടയ്ക്ക മാത്രമാണോ ഉപയോഗിച്ചത്? പശ്ചാത്തല സംഗീതമായി? പശ്ചാത്തല സംഗീതം ഇടയ്ക്കയും ചേങ്കലയും ഉപയോഗിച്ചു. ഇടയ്ക്കയും ചേങ്കലയുമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് കാസറ്റ് രൂപത്തിൽ പുറത്തിറങ്ങിയിരുന്നു? കാസറ്റ് രൂപത്തിൽ ഇറങ്ങി. അത് അന്ന് സ്വീകാര്യമായിരുന്നോ? സ്വീകാര്യത നേടിയോ? ആ സമയത്ത് ഇതുപോലുള്ള ഒരു സ്വീകാര്യത കിട്ടിയോ ഈ പാട്ടിന്? അത് അന്ന് പടയനോട്ടത്ത് മാത്രം കേട്ടിരുന്നു. 2006, 2007, 2008 കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങൾ ഈ CD MC ഓഡിയോസിന് നമ്മുടെ ഒരു കൂട്ടുകാരൻ കൊടുത്തു. പൈസ ഒന്നും മേടിക്കുക, കോപ്പറേറ്റ് ഒന്നും ഇല്ലാതെ കൊടുത്തത്. അതങ്ങനെ ജനങ്ങളിലേക്ക് എത്തി. അത് സോപാനം ഇത് നോക്കുന്നവരുണ്ട്. പുതിയ ഗായകർ, സോപാന ഗായകർ പഠിക്കാൻ വേണ്ടി പുതിയ പാട്ട് തിരയും. അങ്ങനെ കിട്ടുകയാണ്. ഇത് അവിടെ സോപാന സംഗീത ലോകത്ത് വൈറൽ പാട്ട് അന്നേ വൈറല. ജനങ്ങളിലേക്കാക്കിയത് നന്ദഗോവിന്ദം ഭജൻസാണ്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് ഇപ്പോൾ ഒന്ന് പാടാൻ പറ്റും? തീർച്ചയായിട്ടും. കാളി കാളി മഹാകാളി
കാലകാല പ്രിയങ്കരീ കാമിതാർത്ഥ പ്രദായിനി ഭദ്രകാളി നമോസ്തുതേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴ, കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴ. ഉഗ്രമായൊരു രൂപമേ വേതാള കണ്ഠ നിവാസിതേ, ഉഗ്രമായൊരു രൂപമേ വേതാള കണ്ഠ നിവാസിതേ, വള്ളി കുന്നമർന്നെഴും ശ്രീ ഭദ്രകാളി നമോസ്തുതേ, വള്ളി കുന്നമർന്നെഴും ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, ദേവി മായേ. ഈ സോപാന സംഗീതം എത്ര നാൾ അഭ്യസിച്ചു? സോപാന സംഗീതം എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചു തുടങ്ങി. ഗുരുനാഥൻ്റെ മകൻ ശ്രീ ശൂരനാട് ഹരികുമാർ, ക്ഷേത്ര കലാപീഠം ഡോക്ടർ ശൂരനാട് ഹരികുമാർ. അപ്പോൾ 25-30 വർഷമായിട്ട് അവരുടെ കൂടെ നടന്ന് പാടി പഠിക്കുക. അല്ല, കൃത്യമായിട്ട് ഇരുന്ന് പഠിച്ചതല്ല, അവരുടെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്ന് തന്നെ പഠിപ്പിച്ചാണ്. ഇത് ഈ ക്ഷേത്ര നടകളിൽ അവതരിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും ക്ഷേത്രത്തിൽ സോപാന സംഗീതം ഈ നട തുറക്കുന്ന സമയത്ത്? നമ്മൾ സ്ഥിരം ജോലി ഉണ്ടായിരുന്നു. ഈ വള്ളികുന്നം പടയനോട്ടം ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ പാട്ട് എഴുതിയത്. ഇപ്പോൾ ഈ വേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടോ? വേദികളിപ്പോൾ കൂടുതൽ നിരന്തരം വേദികൾ കിട്ടുന്നുണ്ട്. നിരന്തരം വേദി കിട്ടുന്നത്. ഇത് കഴിഞ്ഞൊക്കെ തന്നെ നല്ല ഒരു സ്വീകാര്യത സോപാന സംഗീതത്തിന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ അല്ലാത്ത സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയമായിട്ട് ഞാൻ ശൂരനാട് എൻ മധു എൻ്റെ ഗുരുനാഥൻ, അതൊന്ന് 10ാം ക്ലാസ് കൊച്ചിലെ പാടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഒരു പാട്ട് പഠിക്കാൻ പോയപ്പോഴും നമുക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലായത്. പിന്നെ കുറേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചവരല്ല നല്ല ഈ ശൂരനാട് ഹരികുമാറും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. കുറേ പഠിച്ചു. പിന്നെ പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. എങ്കിലും ഇപ്പോൾ ഒരു 500 പാട്ട് കൂടുതൽ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ ഭക്തിഗാനങ്ങൾ ഏതൊക്കെ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്? ഏതൊക്കെ ക്ഷേത്രങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്? ഭക്തിഗാനങ്ങൾ എല്ലാ ക്ഷേത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കൊച്ചു കാവ് തൊട്ട് കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, പറശ്ശിനിക്കടവ്, അതൊരു കാലത്ത് ട്രെൻഡായിരുന്നല്ലോ. അത് ഈ ഒരു SK സിനിഹമുണ്ട് സജിയാണിൻ്റെ ഓച്ചറിൽ, പുള്ളി എല്ലായിടത്തും പാട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ സ്പീഡ് എഴുത്താണ് നമ്മുടെ 10 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് പാട്ട് എഴുതുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ജോലിയായിരുന്നെന്ന്. ഈ സജിയാണ്ട് നമ്മൾ എവിടെയെങ്കിലും പ്രോഗ്രാമിൽ എവിടെ പോകുമ്പോഴായിരിക്കും പറയുന്നത്, മോനെ പാട്ടിൻ്റെ ടൂൺ ഇന്നതാണ്, വരി പുള്ളി ആദ്യം തന്നെ എഴുതും, ശങ്കരായ പാഹിമ, ബാക്കി വരി നമ്മൾ എഴുതിക്കണം. അങ്ങനെയാണ് അക്കാലത്ത് എഴുതി പഠിച്ചത്. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ പാട്ട് എഴുതാം എന്ന് ഈ SK സിനി ഹോമിലൂടെ എനിക്ക് പഠിച്ചു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ഒരു പാട്ട് എഴുതുമ്പോഴത്തേക്ക് വിഷയം കിട്ടിക്കഴിഞ്ഞാൽ വളരെ വെച്ച് നീട്ടത്തില്ല, എത്രയും പെട്ടെന്ന് എഴുതി തന്നെ കൊടുക്കും. ഈ പാട്ട് എഴുതുന്നതിനൊപ്പം ഈ വരികൾക്ക് സ്വയം സംഗീതം കൊടുത്ത എത്ര പാട്ടുകളുണ്ട്? എൻ്റെ പാട്ടുകൾക്കെല്ലാം ഏറ്റവും കൂടുതൽ അല്ല 10-20 പാട്ട്, 1500 പാട്ട് കൂടുതൽ ഞാൻ എഴുതിയിട്ടുണ്ട്. എണ്ണമുള്ളത് ബാക്കി എനിക്കറിയത്തില്ല. 1500 കൂടുതലെന്നറിയാം. അതിൽ കുറച്ച് പാട്ടുകൾ മാത്രമേ മറ്റുള്ള സംഗീതം ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എന്നെക്കൊണ്ട് തന്നെ ആണ് ചെയ്യിക്കുന്നത്. അപ്പോൾ എനിക്ക് എഴുതുന്നതിനൊരു സുഖമുണ്ട്. ഇത് രണ്ടും ഒരുമിച്ചാണ് ചെയ്തു പോകുന്നത്. ഇപ്പോൾ ഈ എഴുത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം വിദ്യാഭ്യാസം ഏതുവരെയാണ് പഠിച്ചിട്ടുള്ളത്? വിദ്യാഭ്യാസം ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തായിരുന്നു. അച്ഛൻ കൂലിപ്പണിയായിരുന്നു. ഞങ്ങൾ 4 ആൺമക്കളാണ്. സ്കൂളിൽ പോകാതിരിക്കാനായിരുന്നു ഒന്ന് ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ട്, പോകുന്നതിനല്ല, പോകാതിരിക്കാൻ. നമുക്ക് പുറലോകത്ത് അറിയിക്കാതല്ലോ. ഈ ഓല മേഞ്ഞ പെരയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മഴയെക്കുറിച്ച് അവർ വർണ്ണിച്ചെഴുതുമല്ലോ. ഈ മഴ നനഞ്ഞവനെ ഈ മഴയുടെ ഫീൽ അറിയത്തുള്ളൂ. ഈ രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ കലവുമൊക്കെ എടുത്ത് വട്ടം വെച്ചിട്ട് അതിന് നടുവിൽ കിടുങ്ങലോട് കിടന്നുറങ്ങിയ കൂട്ടത്തിലുള്ള ഞങ്ങളൊക്കെ. 10ാം ക്ലാസ് പഠിച്ച് 10ാം ക്ലാസ് തോറ്റു. എന്തോ ഒരു അസുഖം വന്നിട്ട് പരീക്ഷ സമയത്ത് പോകാൻ പറ്റിയില്ല. പിന്നെ സെഷൻ എഴുതി 211 മാർക്ക്, 210 മാർക്ക് വേണം, 215 ജയിച്ചു. പിന്നെ പ്രീ ഡിഗ്രിക്ക് പോയി, തോറ്റുപോയി.
അനുഭവ സമ്പത്താണ് എഴുത്തിനും സംഗീതത്തിനും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. ഈ പഠിക്കുന്ന സമയം തൊട്ട് ഈ എഴുതുന്ന പരിപാടി ഉണ്ടായിരുന്നു? 9ൽ പഠിക്കുമ്പോഴാണ് ഞാനൊരു പാട്ട്, ഞങ്ങളുടെ ദേവി കളരിവാതിക്കൽ എൻ്റെ അമ്പലത്തിലെ ഒരു പാട്ട്, ഓംകാരമന്ത്രമായൊഴുകി മാഘപുലരി സംഗീതം, അമ്മ നൽകും കരുണയുമായി സുരഭിലയായി നിന്നു പ്രകൃതി പുളകിതയായി നിന്നു. ഒരു പാട്ട് ചെയ്യുന്നത്, അതാണ് ആദ്യമായിട്ട് എഴുതുന്ന പാട്ട്. പിന്നെ എൻ്റെ സ്കൂളിനെ കുറിച്ച് 5 വയസ്സ് ഇങ്ങനെ, 5 വയസ്സ് തികഞ്ഞ നേരത്തു ഞാൻ അമ്മ തന്നെ മടിത്തട്ടിലെത്തി, ഒരു കുഞ്ഞു പൈതലായി ഓടിക്കളിച്ചു ഞാൻ ഈ പടിവാതിലങ്ങുമിങ്ങും. അങ്ങനെ ഒരു പാട്ട് സ്കൂളിനെ കുറിച്ച്. പിന്നെ ചെയ്യുന്നൊരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഒരു 4 സന്ധ്യനാമ പുസ്തകം എഴുതുന്നത്. അതൊരു രസമുള്ളൊരു കഥയത് നാം എഴുതി. അത് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു ശ്രീജുകുമാറാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. ഞങ്ങളെന്നെ നല്ല കൂട്ടായിരുന്നു, എന്നെ വലിയ സപ്പോർട്ട്, അവനായിട്ടും കൂടുതലായിരുന്നു സപ്പോർട്ട് ചെയ്ത്. ഈ പുസ്തകം എഴുതിയിട്ട് ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്ത് പ്രശസ്ത സംഗീതജ്ഞൻ പിന്നെ ആനടി പ്രസാദായിരുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രമുഖൻ, അന്നെൻ്റെ പേര് പുസ്തകത്തിന് എഴുതി ചെയ്തേക്കുന്ന രചന ശൂരനാട് ബാബു നാരായണൻ. അവനെന്ത് യോഗ്യത ഇങ്ങനെ വെക്കാൻ. അന്ന് ഈ വലിയ കലാകാരന്മാർക്ക്, വലിയ രാഷ്ട്രീയക്കാർക്കാണ് ഈ വാല് ശൂരനാട് ഇങ്ങനെ കൊടുക്കുന്നത്. അത് വല്ലാത്തൊരു ഫീലായി. ഞാൻ അന്നാ പേര് പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ വെട്ടിക്കളഞ്ഞു. എഴുതുന്ന പുസ്തകം ശൂരനാട് എന്നുള്ള പേനോട് വായിച്ചിട്ടാണ്. പിന്നെ അന്ന് ഞാൻ 5 രൂപ പത്രിക ഈ നാമപുസ്തകം വിൽക്കുന്ന സമയം. പക്ഷേ എനിക്ക് അന്ന് ചിന്തിച്ചു, മാറ്റി പറഞ്ഞവരെ അവൻ ശൂരനാട്ടുകാരനാണെന്ന് പറയിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു മധുര പ്രതികാരമായിട്ട് മാറി. പ്രതികാരമല്ല, ഒരു നമ്മളൊരു ഈ ഒന്നും ആവാത്ത, പറഞ്ഞില്ലേ മഴ ആവാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുന്നത് നമ്മൾ എന്തൊക്കെയോ നേടിയെന്നല്ല, നേടാൻ ഇനിയും കിടക്കുന്നു സ്വപ്നങ്ങളിതൊന്നുമല്ല. എങ്കിലും ഒരു നമ്മളെ നാട്ടുകാരൻ, എൻ്റെ ആ പിൻതലമുറ ഞങ്ങളുടെ നാട്ടുകാരൻ ശൂരനാടിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പ്രതികാരമല്ല, ഒരു സന്തോഷമാണ്, കണ്ടെന്ന് പറയുന്നൊരു സന്തോഷം. അത് അവർക്ക് ചേർത്ത് പിടിക്കാൻ, ഒരു തലമുറ ചേർത്ത് പിടിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്തു നാട്ടിലെ. ഇപ്പം നിലവിൽ പേരിനൊപ്പം ശൂരനാട് ചേർക്കുന്നുണ്ടോ, അതോ ബാബു നാരായണൻ മാത്രമാണ്? നിലവിൽ അന്ന് തൊട്ടേ ബാബു നാരായണൻ മാത്രമേ ഉള്ളൂ. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് തോറ്റുപോയി എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താ പഠിക്കാൻ പോയത്? ഇതിന് ശേഷമാണ് ഇതിന് പെയിൻറ്റിങ് ആയിരുന്നു പണി. ഇപ്പോഴും പെയിൻറ്റിങ് ജോലിയായിരുന്നു? അല്ല, ഇപ്പം അല്ല, ഈ അത് കഴിഞ്ഞ് പിന്നെ പെയിൻറ്റിങ്. അന്ന് പെയിൻറ്റിങ്ങിന് പോയിട്ട് പിന്നെ ഒരു ഇല്ലല്ലോ, പിന്നെ ചുവരെഴുതാനൊക്കെ ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ ചുവരെഴുതാൻ പോവുക, ലോകത്തുള്ള മതിലിൽ മൊത്തം പരസ്യങ്ങൾ എഴുതുക, കടകളുടെ അന്ന് എഴുത്തായിരുന്നു. അങ്ങനെ കുറേ നാളതും കൊണ്ട് നടന്ന്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഗുരുനാഥൻ ശൂരനാട് ശിവശങ്കര പണിക്കരുടെ വീട്ടിൽ പെയിൻറ്റിങ്ങിന് പോയി. അന്ന് എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു ഒരു പ്രദീപ്, അദ്ദേഹം നല്ലപോലെ പാടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന കൂട്ടത്തിൽ അവിടെ പാട്ട് പാടും. അപ്പോൾ ആശാന് അന്ന് വെട്ടിക്കോട് ജോലിയുള്ള സമയം, വെട്ടിക്കോട് അമ്പലത്തിലെ ജോലിക്കാരനാണ്, പഞ്ചവാദ്യക്കാരനാണ്. വന്നപ്പോൾ ഞാൻ അവിടുന്ന് പാട്ട് പാടുന്നു. അപ്പോൾ ആശാൻ പറഞ്ഞു, ബാബുവിന് പാട്ടൊക്കെ ഒന്ന് പഠിച്ചുകൂടായോ, ഞങ്ങളുടെ കൂടെ കൂടുന്നോ? ഞാൻ പറഞ്ഞ ശരി ആശാനെ. അങ്ങനെ ആശാൻ്റെ അടുത്ത് പോയി പഠിച്ചു തുടങ്ങി. ആ കൂട്ടത്തിൽ ഞാൻ പിന്നെ പഠിക്കണമെന്നൊരാഗ്രഹം, എന്തെങ്കിലും അവിടെ തീരണം. അങ്ങനെ അമൃത ITCയിൽ ഞാൻ ഇലക്ട്രോണിക്സിന് ചേർന്നു. എന്നിട്ട് അവിടെ ITC നിന്ന് 2 ദിവസം ലീവ് എടുക്കും, ഫീസ് കൊടുക്കണ്ടേ, വണ്ടിക്കൂലിയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ സാർമാർക്കൊക്കെ അറിയാം, സാർമാർ സമ്മതിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ITC കലോത്സവം വന്നു. ചുമ്മാ തമാശയ്ക്ക് കയറുന്ന പരിപാടിക്ക് അവിടെ പങ്കെടുത്താനെല്ലാം ഫസ്റ്റ് കിട്ടി. ശാസ്ത്രീയ സംഗീതം, മൃദംഗം, ലളിതഗാനം, പിന്നെ പദ്യം ചൊല്ല്, അതിന് 4 ഫസ്റ്റ് കിട്ടി. സബ് ജില്ലയിൽ പോയി, അതിനെല്ലാത്തിനും ഫസ്റ്റ് കിട്ടി. ജില്ലയിൽ പോയി 3 ഐറ്റം, ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, മൃദംഗം. കലാപ്രതിഭയായി, ബാക്കിയെല്ലായിടത്തും കലാപ്രതിഭയായിരുന്നു. സ്റ്റേറ്റിൽ പോയി ലളിതഗാനം സെക്കൻഡ്, ശാസ്ത്രീയ സംഗീതം സെക്കൻഡ്. അങ്ങനെ ഈ അമൃത ITCയുടെ പേര് നമ്മൾ ലോകം മൊത്തം അറിയിച്ചു കൊടുത്തു. പിന്നെ കസ്തൂരിയമ്മ അമൃത എൻ്റെ ചേട്ടത്തെ തന്നെ ചേർത്ത് പിടിക്കുക ചെയ്ത്. ഫീസ് മേടിച്ചിട്ടില്ല, ആഹാരം അവിടുത്തെ ക്യാൻറ്റീനിൽ ഫ്രീ ആയിരുന്നു, ഫുഡ്, താമസം പോലും അവർക്ക് വേണമെങ്കിൽ ഒരുക്കി തന്ന അവിടെ. പലപ്പോഴും ഞാൻ പിന്നെ കസ്തൂരിയമ്മയുടെ കൂടെ അവിടെ ആയിരുന്നു. അപ്പോൾ ഈ രണ്ടാമത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സിനിമയിൽ വല്ലതും പാടിയോ? സിനിമയിൽ ഒരു കൗരവസേന എന്ന് പറയുന്ന സിനിമയ്ക്ക് അതിൽ ഞങ്ങൾ നേരത്തെ ചെയ്തൊരു ആൽബമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്കതിൽ വേണമെന്നൊരാഗ്രഹം തോന്നി. പക്ഷേ അത് ഈ മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പുറത്ത് പറയാൻ ഒരു പൊതുവേ നമ്മളങ്ങ് പാടിയാളും പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ പാട്ട് വളരെ ഫേമസ് ആണ്. കുടിയന്മാരുടെ ദേശീയഗാനം എന്ന് പറയുന്ന ഒരു പാട്ട്.
അതെന്താ അതിൻ്റെ 2 വരി ഒന്ന് പാടാമോ? 2 വരി പാടാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഇത് പിന്നെ സോഷ്യൽ മീഡിയ പാടിയിട്ട് ഒത്തിരി പേര് വൈറലായി. പക്ഷേ എഴുതിയ ആളും പാടിയ ആളും സംഗീതം ചെയ്ത ആളും ഇപ്പോഴും ആ പോസ്റ്റിനകത്ത് പോലും ഇല്ല, അവർ പേര് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അതിന് കോപ്പിറൈറ്റും മറ്റേ റോയൽറ്റി ഒന്നും അന്ന് തന്നിട്ടില്ല? അത് ചെയ്ത ആൾ വേറെ കമ്പനിക്ക് വിറ്റതാണെന്ന് അറിയത്തില്ല. വേറെ അന്ന് നമ്മൾ ജോലിക്കാരനായിരുന്നു. ഈ വർക്കുകളിലെല്ലാം ഞാൻ ജോലിക്കാരനാണ്. ചെറിയ പൈസ മേടിച്ചുകൊണ്ട് വർക്ക് ചെയ്തു നമുക്ക് വർക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങുക, എക്സ്പീരിയൻസ് കൂട്ടുക എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ പറയുന്ന പാട്ടും ബാബു തന്നെ എഴുതിയത്? എഴുതി ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത്. ഒരു വളരെ രസമുള്ളൊരു പാട്ടാണ്. അത് 2 വരി ഒന്ന് പാടുമോ? അത് സോഷ്യൽ മീഡിയയിൽ പരിചിതമായ ഒരു പാട്ടാണെന്നാണ് അത് ബാബു പറയുന്നത്. 2 വരി ബാബു ഒന്ന് പാടും. ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ഇന്നീ ഭൂലോകത്ത്, ഉണ്ടാകാനൊരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല, കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം, അരിയോരരിയോരരിയോരരിയോരേ, അരിയോരരിയോരരിയോരരിയോരേ. ആണുങ്ങൾ കള്ളു കുടിക്കും, വഴി നീളെ ആടി നടക്കും, ആണുങ്ങൾ കള്ളു കുടിക്കും, വഴി നീളെ ആടി നടക്കും, അഭിമാനം നോക്കിയിടാതെ ആപത്തിന് കൂടെ കാണും, അഭിമാനം നോക്കിയിടാതെ ആപത്തിന് കൂടെ കാണും, കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം, അരിയോരരിയോരരിയോരരിയോരേ, അരിയോരരിയോരരിയോരരിയോരേ. ഈ പടം ഇറങ്ങിയ പടം അന്ന് കൊറോണ ആയതുകൊണ്ട് അത് OTT റിലീസായിപ്പോയി. ഓ ശരി. അതാരും അഭിനയിച്ച സിനിമയായിരുന്നു? അതും എനിക്കറിയത്തില്ല. ഇതിന് പാട്ടിറങ്ങി കഴിയുമ്പോൾ ഞാൻ അറിയുന്നത്. ലിങ്ക് ഇട്ട് തന്നിരുന്നു എനിക്ക്. അപ്പോൾ ഈ ഭക്തിഗാനമല്ലാതെ ഇപ്പം ഈ പറഞ്ഞ ഈ കള്ളുപാട്ട് നല്ല പാട്ടാണ്, നല്ലൊരു നാടൻ പാട്ട് പോലെ ഒരു നല്ലൊരു പാട്ടാണ്. ഈ ഭക്തി വിട്ടുപിടിച്ച പാട്ടുകൾ വേറെ ഉണ്ടോ? ഉണ്ട്. അത് എന്താണ്, ലളിതഗാനമാണോ അതോ? ലളിതഗാനമുണ്ട്, ശാസ്ത്രീയ സംഗീതമുണ്ട്, ഭരതനാട്യ പദങ്ങളുണ്ട്, മോഹിനിയാട്ട പദങ്ങളുണ്ട്, ദേശഭക്തി ഗാനങ്ങളുണ്ട്, സംഘഗാനങ്ങളുണ്ട്, കവിതകളുണ്ട്. ഈ ഒരു ലളിതഗാനം ഒന്ന് പാടാമോ ബാബു? എഴുതി മ്യൂസിക് ഇടുകയല്ലേ? ഞാൻ തന്നെ മ്യൂസിക്. ശരദപ്പൂം കുയിലേ വിശാരദ പൊൻതളിരേ, ശരദപ്പൂം കുയിലേ വിശാരദ പൊൻതളിരേ, ഇടറുന്ന ശ്രുതിയിൽ പിടയുന്ന തുടിയിൽ മനം നൊന്തു പാടുവതെന്തേ, നിൻ മധുമൊഴി തേങ്ങുവതെന്തേ. അപ്പം ലളിതഗാനങ്ങളുണ്ട്, കവിതകളായിട്ട് എഴുതുന്നുണ്ടോ? കവിതകളുണ്ട്, വന്നിട്ടുണ്ടോ? കവിതകളുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടില്ല. യൂട്യൂബിലൊക്കെ ഇതില്ലേ കവിതകൾ തന്നെത്താൻ പാടും? തന്നെത്താൻ പാടും, അല്ലാതെ പാടും. ചില പാട്ടുകളൊന്നും ഈ അറം പറ്റുന്ന പാട്ടുകൾ എല്ലാവർക്കും പാടാൻ എല്ലാവർക്കും മടിയാണ്. എൻ്റെ കവിതകൾ പലതും ഞാൻ കൂടുതലും മരണമായിട്ട് ബന്ധപ്പെട്ട കവിതകളാണ് എഴുതിയിട്ടുള്ളത്. കൂടുതലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പാട്ടിൽ തീരുന്നത് മരണത്തിലായിരിക്കും ഇപ്പോൾ കവിത വന്ന് തീരുന്നത്. എൻ്റെ ചെയ്യാനിരിക്കുന്ന പുസ്തകത്തിനിട്ടിരിക്കുന്ന പേര് തന്നെ ആദരാഞ്ജലി പൂക്കൾ എന്നാണ്. അപ്പം നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, ഇപ്പം നമ്മളിപ്പോൾ ഈ കലാപരമായിട്ടുള്ള ജോലികൾ മാത്രമേ ഉള്ളൂ? അത് നേരത്തെ പെയിൻറ്റിങ് ഉപജീവനമാർഗ്ഗമായിരുന്നു പറഞ്ഞു, ഇപ്പം ആ ജോലിയിലോട്ട് പോകുന്നില്ല? അല്ല, ഇപ്പം അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ചുറ്റുപാട് ഇങ്ങനെ ഒരു പോകാനുള്ള സാഹചര്യമുണ്ട്. ഈ സംഗീത സംവിധാനമായാലും ഈ എഴുത്തുകൊണ്ട് നമുക്ക് വലിയ നേട്ടം ഉണ്ടായി തന്നില്ല. ഈ പ്രശസ്തി അല്ലാതെ അല്ലെങ്കിൽ 4 പേര് അറിയുന്ന എഴുത്തുകൊണ്ടല്ലാതെ സാമ്പത്തികമായിട്ട് ഒരു നേട്ടം ഉണ്ടാക്കി തന്നിട്ടില്ല. പിന്നെ ഉപജീവനമാർഗ്ഗം കൂടുതൽ സംഗീത സംവിധാനമായിരുന്നു, അതിന് പൈസ കിട്ടും. പക്ഷെ അതുപോലും ചിലർ പറയുന്നത് നിനക്ക് സംഗീതം ചെയ്യാൻ അറിയത്തില്ല, പിന്നെ എന്തിനാണ് ചെയ്യുന്നത്, പാട്ട് എഴുതാൻ നല്ലപോലെ എഴുതുന്നുണ്ട്, നീ അതിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഞാൻ എനിക്ക് അരി മേടിക്കണ്ടേ, നീ ഇത് ആൽബം ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അരി മേടിക്കണ്ടേ, ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻസ് നമ്മുടെ ഈ പാട്ട് ഏറ്റെടുത്ത് പാടി നാട് മുഴുവൻ ഹിറ്റായി വൈറലായി. അപ്പോൾ അവർ വീണ്ടും ഗാനങ്ങൾ വല്ലതും എഴുതാൻ നമ്മളെ സമീപിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബാബു നമുക്ക് കുറച്ച് പാട്ട് ചെയ്യണം, ഒരു പ്രൊഡക്ഷൻ തുടങ്ങാൻ പോവുക, ഞാൻ കുറേ എഴുതണമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അവർ പഠിച്ചിട്ട് ഒരു നെടിലെന്നതിന് അതിപ്പം പാടമൻ ഞാൻ എഴുതിയ സംശയം തോന്നും. വലിയ എൻ്റെ കീർത്തനങ്ങൾ മൊത്തം ട്രഡീഷണൽ പോലെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പാടി കഴിക്കാം. നിടില നയന സുത ചടുല ഗമന കടു പടക തുടിത പടുഹാസിതയേ, കഠിന ഹൃദയ നെടു ചുടല നടന ചുടു രുധിര ഭുജിത പരിപാലയമാം. നിടില നയന സുത ചടുല ഗമന കടു പടക തുടിത പടുഹാസിതയേ, കഠിന ഹൃദയ നെടു ചുടല നടന ചുടു രുധിര ഭുജിത പരിപാലയമാം.
നിടിയ ജടയുമുടു കലയുമിടയുമിട മണിയും അടിമുടി പണിയാം. നിടിയ ജടയുമുടു കലയുമിടയുമിട മണിയും അടിമുടി പണിയാം. ജടുതി വരദ പടത കുടില രസ അടയ ഉടയ പരിപാലയമാം. നിടില നയന സുത ചടുല ഗമന കടു പടക തുടിത പടു കാസിതയേ ദേവീ. ഇതിന്റെ വരികൾ പോലെ തന്നെ ആലാപനവും വളരെ ചടുലമാണ്. ഈ ഗാനം ആലോചിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാകുമല്ലോ ഈ വരികൾ എല്ലാം ഇങ്ങനെ ആയതുകൊണ്ട്. ഒരക്ഷരം പോയി കഴിഞ്ഞാൽ ശിവനാട് ഹരിമാർ പറയുന്ന പോലെ ചീട്ടുവട്ടാരം പോലെ മൊത്തം പൊളിഞ്ഞു വീഴും. ഒരക്ഷരം ഒന്നും മറന്ന് ഇതിനകത്ത് പാടാൻ ഗുണനപ്പെട്ട് ചെല്ലുന്നല്ലോ, ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിൽ പോകും. അപ്പൊ ഇത്രയും കടുപ്പത്തിലാണ് ഈ ഒരു പുതിയ ഗാനത്തിന്റെ രചന വന്നിരിക്കുന്നത്. അതെ. ഓക്കെ. ഇപ്പം നമ്മുടെ കളിക്കശ്ശേരി ഒരു അമ്പലം, ഉച്ചക്കട കളിക്കശ്ശേരി എന്നൊരു അമ്പലം ഉണ്ട്. അവർ പറഞ്ഞുകൊണ്ടാണ് അവിടത്തേക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയത്. അവർക്ക് വേണ്ടി എടുത്തതാണ്. അപ്പം ഈ വീട്ടിലെ കുടുംബം എങ്ങനെയാണ്? കുടുംബം ഞാൻ, ഭാര്യ ബിന്ദു, അനഘ മൂത്ത മകള്, ഇളയ മകൾ അനുജ. മൂത്താള് +1 പഠിക്കുന്നത്, ഇളയാമത്തെ ആള് 7 പഠിക്കുന്നത്. രണ്ടുപേരും പഠിക്കാൻ മിടുക്കികളാണ്. അവർ ഈ പാട്ടും മറ്റു കാര്യങ്ങളുമായിട്ട് മൂത്താൾ അത്യാവശ്യം എഴുതും. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധ കൂടി ഞാൻ സമ്മതിച്ചിട്ടില്ല, നമ്മുടെ കൂട്ടാവരുതല്ലോ. ഇളയാൾ പാടും. പക്ഷേ പുള്ളി സ്കൂളിലൊക്കെ പ്രൈസ് മേടിക്കുന്നുണ്ട്. UP തലത്തിലൊക്കെ ജില്ല വരെ ഉള്ളല്ലോ, ജില്ലയിലൊക്കെ ഒരു ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ഈ ദാരികൻ്റെ ശിരസ് കൊയ്ത ആ പാട്ട് പോലെ ഫേമസ് ആയിട്ടുള്ള ബാബുവിൻ്റെ മറ്റൊരു പാട്ട് ഏതാ ഉള്ളത്? അത്രയും അതുപോലെ തന്നെ സോപാന സംഗീതത്തിൽ മൊത്തം അറിയപ്പെടുന്നതാണ് ഈ മായേ മഹേശ്വരി എന്ന കീർത്തനം. അതുപോലെ ശരണം ശ്രീ ധർമ്മശാസ്താവ്, ഇതും ഈ സാധനം സോപാന സംഗീത ലോകത്താണ്. പിന്നെ ഒരു പാറക്കടവിലെ പെണ്ണ എന്ന് പറയുന്ന സാധനമുണ്ട്. പിന്നെ ഈ കള്ളുപാട്ട് മറ്റേ പോലെ തന്നെ ഫേമസ് ആണല്ലോ. അതെ. മറ്റേ അത്രയ്ക്ക് ആൾക്കാർ ജനങ്ങളിലെത്തിയ സാധനം കള്ളുപാട്ടും. പിന്നെ മഴയാണ് പോലും എന്ന് പറയുന്ന സാധനമുണ്ട്. അത് പ്രവാസികൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു സാധനം. അവരെന്നെ വിളിക്കുക വെച്ച സാധനമാണ്. അത് കൂട്ടുകാർ കൂടുതൽ പ്രവാസികളാണെന്ന് തോന്നുന്നു അല്ലേ? കൂട്ടുകാർ കൂടുതൽ പ്രവാസി. അവർക്ക് ഈ ആ സാധനം കേൾക്കുമ്പോൾ വിഷമം. വീട്ടിൽ അതൊന്ന് പാടാമോ ആ പാട്ട്? അത് രണ്ടുപേരും പാടാം. ഓർമ്മയുണ്ടല്ലോ അല്ലേ? അത് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ കഥ വെച്ചാണ് ഞാൻ ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അതായത് അവർ വീട്ടിൽ ഒറ്റയ്ക്കുള്ളൂ. പക്ഷെ അന്നേരം ഈ 2 കുഞ്ഞുങ്ങൾ ഈ ഒരു വിഷയം വരുമ്പോൾ, ഒരു മഴ വരുമ്പോൾ ഒരു നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവരന്നേരം എന്നോട് നമ്മുടെ വീട്ടിൽ ഇല്ലാതെ ഒരവസ്ഥ, നമ്മുടെ പെങ്ങളുടെ അവസ്ഥ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു ഫീൽ ഞാൻ എഴുതിയാണ്. മഴയാണു പോലും കുളിരാണു പോലും പ്രാണന്റെ പ്രാണനാം പ്രിയ സഖിക്കെന്നെ കാണണമെന്നുണ്ടു പോലും. ഒന്നു പുണരുവാൻ കൊതിയാണു പോലും. മഴയാണു പോലും കുളിരാണു പോലും പ്രാണന്റെ പ്രാണനാം പ്രിയ സഖിക്കെന്നെ കാണണമെന്നുണ്ടു പോലും. ഒന്നു പുണരുവാൻ കൊതിയാണു പോലും. ഇടിയാണു പോലും കാറ്റാണു പോലും, ഇടിയാണു പോലും കാറ്റാണു പോലും. അത് കുഴപ്പമില്ല. അപ്പം എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ഒരു കവി കൂടിയാണ് ശ്രീ ബാബു നാരായണൻ. ഒരു പാറക്കടവിലെ പെണ്ണുണ്ട്, അത് അൻവർ സാദത്ത്, നമ്മുടെ പിന്നണി ഗായകൻ അൻവർ സാദത്ത്. എല്ലാ വേദിയിലും ഇപ്പം 10 ഏക്കർ ബാൻഡ് പേര്, അത് ബാൻഡിൻ്റെ പാട്ടായിട്ട് മാറ്റിയിരിക്കുക. അത് നമ്മുടെ സ്റ്റീവൻ ദേവസ്യയുടെ വായിച്ചിട്ട് അവരെല്ലാം എവിടെ പോലും ഇപ്പോൾ അതേ ആ പാട്ട് പാടിപ്പിക്കുക. അപ്പം അത് പാറക്കടവിലെ പെണ്ണ്. അതൊന്ന് പാടാം. പാറക്കടവിലെ പെണ്ണ് ഏതൊക്കെ ചായക്കടയിലെ പെണ്ണ്, പാറക്കടവിലെ പെണ്ണ് ഏതൊക്കെ ചായക്കടയിലെ പെണ്ണ്, പാലപ്പം ദാ എൻ്റെ പൊന്നെ കട്ടൻ കാപ്പിയാനത്തൻ്റെ കണ്ണ്, പാലപ്പം ദാ എൻ്റെ പൊന്നെ കട്ടൻ കാപ്പിയാനത്തൻ്റെ കണ്ണ്. അത്തിന്തോ തിന്താരാ തിനതിന്തോ തിന്താരാ, അത്തിന്തോ തിന്താരാ തിന്തിന തിന്തിന തിന്താരാ. പാറക്കടവിലെ പെണ്ണേ തെക്കെ ചായക്കടയിലെ പെണ്ണേ, പാറക്കടവിലെ പെണ്ണേ തെക്കെ ചായക്കടയിലെ പെണ്ണേ. കുഴിക്കുഴിക്കടവിൽ 7 വെളുപ്പിനു നീരാടും, കുഴിക്കുഴിക്കടവിൽ 7 വെളുപ്പിനു നീരാടും. ചെങ്കരിക്കും കുടങ്ങൾ ഓലപ്പഴുതിയിലൂടൊന്നു കണ്ടേ. അത്തിന്തോ തിന്താരാ തിനതിന്തോ തിന്താരാ,
അത്തിന്തോ തിന്താര തിന്തിന തിന്തിന തിന്താര. നമ്മൾ മനസ്സിൽ വരുന്ന ആ ഒരു ട്യൂണിനനുസരിച്ച് പാട്ട് എഴുതുകയാണോ അതോ പാട്ട് എഴുതിയിട്ടാണോ നമ്മൾ ഈ ട്യൂൺ ചെയ്യുന്നത്? വരിയാണ് ആദ്യം വരുന്നത്. അതിന് അതിനൊരു പറ്റിയ ട്യൂണ് കണ്ടുപിടിച്ചിട്ട് പിന്നെ അങ്ങ് എന്താ സംഭവിക്കുമെന്ന്. അല്ലാതെ വലിയ എഴുത്തിങ്ങനെ എന്തോ വിദ്യാഭ്യാസ യോഗ്യത ഒന്നുമല്ല, അനുഭവ സമ്പത്താണ്. അതുകൊണ്ട് ചെറിയൊരു ഫ്രേസ് ചെയ്യുന്നുണ്ടാകും. ഇപ്പോൾ ഒരു പ്രണയം എഴുതാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഇങ്ങനെ ആയിരിക്കും, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നായിരിക്കും ആദ്യത്തെ നമ്മൾ ചിന്തിക്കുന്നത്. അടുത്ത എന്തുകൊണ്ട്, മൂന്നാമത്തിൽ ഇന്ന് എന്തായി തീരും. അങ്ങനെ 3 കാരണം മനസ്സിൽ വെച്ചിട്ടാണ് ഒരു വിഷയം കാട് കയറി പോകത്തില്ല. ആ വിഷയത്തിന് അവിടെ തന്നെ നിന്നുകൊണ്ട് എഴുതി വെക്കും. അപ്പോൾ ഈ ബാബുവിൻ്റെ പാട്ട് കേട്ട് തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രമുഖരായ സംഗീത സംവിധായകരോ ഗായകരോ എല്ലാം അഭിനന്ദനം അങ്ങനെ എന്തെങ്കിലും അറിയിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻസ് അല്ല, ദുർഗ വിളിച്ചിരുന്നു. ദുർഗ ഈ പാട്ട് പാടുന്നുണ്ടെന്ന് ദുർഗ ഈ പാട്ട് പാടുന്നു. ദാരികൻ്റെ പിന്നെ ഈ ഭജൻസുകാരെല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഉണ്ട്. ബാക്കിയൊന്നും ഇപ്പം ഇപ്പോൾ ശ്വാസിക ഇപ്പോഴത്തെ ഒരു പ്രോഗ്രാം ഇപ്പോൾ കണ്ടായിരുന്നു. മേജർ രവി കണ്ടു കെട്ടിപ്പിടിച്ചു. അവർക്ക് അറിയത്തില്ല ഈ പാട്ടിൻ്റെ പിന്നിൽ എന്തുവാണെന്നുള്ളത്. ആ വേദിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, അന്തമത്തിൻ്റെ വേദിയിൽ മാന്നാർത്ത പ്രോഗ്രാമിൽ. അവരെന്താണ് അറിയുന്നത് നമ്മുടെ പാട്ടാണെന്നുള്ള കാര്യം. ഇപ്പോൾ ഈ പാട്ടിന് ഇതിന് ശേഷം ബാബുവിന് എല്ലാവരും ക്രെഡിറ്റ് തന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഈ പാട്ട് ഈ നന്ദഗോവിന്ദ ഭജൻസ് ബാബുവിനെ വേദിയിൽ പരിചയപ്പെടുത്തതിന് ശേഷം. അതെ അതെ അതെ. അപ്പോൾ 2 തവണയാണ് അവർ പരിചയപ്പെടുത്തിയിരിക്കുന്നത്, 2 സ്ഥലത്ത്. ഒന്ന് മാന്നാറിലും ഒന്ന് സ്വന്തം നാട്ടിൽ ചുനക്കരയിലാണ്. ശൂരനാട് അടുത്തുള്ള സ്ഥലമാണ് ചുനക്കര. നമുക്ക് അറിയത്തില്ല, പണ്ട് തൊട്ടേ ഈ അപകർഷതാബോധം വളർന്ന സാഹചര്യം അത് നമ്മളെ എല്ലാ ജീവിതത്തിൽ പുറമോട്ട് വലിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വാശി കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല, ഇപ്പോഴും ആ ഒരു സാധനം പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. അതുകൊണ്ട് പല വേദികളും നമ്മൾ പ്രത്യക്ഷപ്പെടാൻ ഇങ്ങനെ മടിക്കുന്നത് ഈ ജീവിത സാഹചര്യം കാരണമാണ്. ബാല്യകാലത്തിലുണ്ടായിട്ടുള്ള നമ്മുടെ ആ ഒരു ജീവിത സാഹചര്യം ആയിരിക്കും. അപ്പോൾ അത് ഈ സോപാന സംഗീതത്തിൽ വരുമ്പോൾ എനിക്ക് ശോഭിക്കാൻ കഴിയും, മറ്റുള്ള അംഗീകരിക്കുമോ എന്നൊക്കെ ഒരു പേടി അന്നേ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനല്ല, ലോകമൊന്ന് കാലം തെളിയിച്ചു. വളരെ 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 വലിയ വ്യക്തികളാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. ഇവിടുത്തെ ആ തൃശ്ശൂർ പ്രോഗ്രാമാണെങ്കിലും ഈ പറഞ്ഞ നമ്മൾ ജാതി വരേണ്യ വർഗ്ഗമൊക്കെ പറയുമെങ്കിൽ അവരെല്ലാം ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ 1500-1500 പാട്ടുകൾ രചിച്ചു. അതിൽ അത്രയും അധികം വേദികളിലും പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? ഉണ്ട്, വേദികളും അതെല്ലാം പങ്കെടുത്തു. അപ്പം ശരിക്കും നമുക്കൊരു നല്ല എക്സ്പോഷർ കിട്ടാൻ ഇപ്പോഴാണ് നമുക്കൊരു സമയം തെളിഞ്ഞു വരുന്നത്. 20 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 20 വർഷം കാത്തിരിക്കേണ്ടത്. ഇപ്പോൾ ബാബു നാരായണനെ ഏറെക്കുറെ എല്ലാവരും അറിയും, നമുക്കെല്ലാം അറിയാം ബാബു നാരായണൻ്റെ പാട്ടുകൾ. നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം കുറേ ഗാനങ്ങൾ നമ്മൾക്ക് ആലപിച്ച് തരികയുണ്ടായി. അദ്ദേഹം തന്നെ എഴുതി, അദ്ദേഹം തന്നെ സംഗീതം കൊടുത്തിട്ടുള്ള പാട്ടുകൾ. ഇപ്പോൾ എന്തായാലും ബാബു നാരായണൻ എന്ന് പറയുന്ന മഹാനായ ഒരു കലാകാരൻ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പുറം ലോകം അറിയുന്നതിന് വേണ്ടി നമുക്കറിയാം, കലാഭവൻ മണിയുടെ പാട്ടുകൾ രചിച്ചിരുന്നവർ പലരും പുറം ലോകം അറിയാത്ത കലാകാരന്മാരായിരുന്നു, ഗാനരചയിതാക്കളായിരുന്നു, സംഗീത സംവിധായകരായിരുന്നു. മണി എന്ന കലാകാരനിലൂടെ അവരെയും പുറം ലോകം തിരിച്ചറിയുകയുണ്ടായി. എന്ന് പറഞ്ഞ പോലെ തന്നെ അതേ അവസ്ഥയിലുള്ള ഒരു കലാകാരനാണ് ശ്രീ ബാബു നാരായണൻ ശൂരനാട്. ഇപ്പോൾ ഈ നന്ദഗോവിന്ദ ഭജൻസ് അവർ ഇദ്ദേഹത്തെ വേദിയിൽ വിളിച്ച് അവർ പാടുന്ന പാട്ടെഴുതുന്നത് ഇദ്ദേഹമാണെന്ന് വെളിപ്പെടുത്തിയതിലൂടെ അദ്ദേഹത്തെയും ഈ ലോകം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ഇനിയും വളരെ പ്രശസ്തമായ പാട്ടുകൾ എഴുതാനും കൂടുതൽ വേദികൾ കിട്ടാനും ശ്രീ ബാബു നാരായണന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.